നിങ്ങളിവിടെ വന്ന സമയത്ത് അത് ഈ രക്ഷാപ്രവർത്തനത്തൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? രക്ഷാപ്രവർത്തനം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്നാമത് ഫയർഫോഴ്സിൻ്റെ വണ്ടി ഇവിടെ വന്നിട്ട് അവർക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടികൾ ഇതുവരെ ഇറങ്ങിയിരുന്നില്ല, അവിടെ ഇറങ്ങുന്ന ആംബുലൻസ് അവിടെ ആയിരുന്നു, പിന്നെയുള്ള റോഡ് അവിടെ ആയിരുന്നു. പിന്നെ എല്ലാറ്റിനും സെൻട്രലാവുക കാരണം സ്ട്രക്ചർ എടുത്തിട്ട് കൊണ്ടുവരാനും സ്ട്രക്ചർ എത്തിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പാടം നനഞ്ഞു കിടക്കുകയാണ്, അപ്പോൾ നടന്നു പോകാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പാടത്തൊക്കെ ആളുകൾ ഉണ്ടായിരുന്നോ? പാടത്ത് 2 ഇവിടെ നിന്നാണ് കിട്ടിയത്. 3 ബോഡി ഇവിടെ നിന്നാണ് കിട്ടിയത്. ശരീരം ചെറിയിട്ടായിരുന്നു. വളരെ അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ സൗണ്ട് വീട്ടിലിരുന്നാണോ കേട്ടോ? വീട്ടിലിരുന്ന് കേട്ടത്. വീട്ടിൽ ആദ്യം ഭൂമി കുലുക്കാണെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റേ ഭയങ്കര ശബ്ദം ഇടിവെട്ടാണെന്നൊക്കെ കരുതി. പിന്നീട് 2 പ്രാവശ്യം പൊട്ടി, വീണ്ടും 3ാമതൊരു പൊട്ടിൽ പൊട്ടി. അപ്പോഴേക്കും പിന്നെ മൊബൈലിലൊക്കെ അത് വന്നു തുടങ്ങി. അപ്പോൾ തന്നെ ജസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നത്. നമുക്ക് ഇവിടെ 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ അധികം പേരൊന്നും ഉണ്ടായിരുന്നു. കുറച്ച് പേര് ആ റോഡിൽ നിൽക്കുന്നുണ്ട്, കുറച്ച് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു 3-4 പേര് ഇവിടെ നിന്നിരുന്നു, ഇതിൻ്റെ അടുത്ത് വരുന്നിരുന്നു. പിന്നെ മെഡിക്കൽ സ്റ്റേഷൻ്റെ 2 പോലീസുകാർ സാറുമാർ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ പോയി. പിന്നെ അങ്ങനെ ഓരോന്ന് സ്ട്രെച്ചറിൽ കയറ്റി കൊണ്ടുപോലും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു. അപ്പോൾ അതാണ്, അതായത് ദൃക്സാക്ഷികൾ, അതായത് ആ സമയത്തുണ്ടായിരുന്ന രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്ന ആളുകൾ പറയുന്നത് അത്രത്തോളം ഭയാനകമായിരുന്നു. നമ്മൾ നേരത്തെയൊക്കെ തന്നെ കേട്ടതാണ് ഒരു കാര്യങ്ങളൊക്കെ തന്നെ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഒരു ശരീരഭാഗം കൂടി എത്തിച്ചു എന്ന ആശങ്കാജനകമായ സാഹചര്യമുണ്ട്. അതേസമയം തന്നെ അപകട സ്ഥലത്ത് ഇപ്പോൾ പരിപൂർണമായ പരിശോധന നടത്തുകയാണ്. അതിന് സമീപത്തുള്ള ആളുകളുടെ, ദൃക്സാക്ഷികളായ ആളുകളുടെ പ്രതികരണമാണ് MS ലിഷോയി പങ്കുവച്ചതും. പൊട്ടിത്തെറികൾ മണിക്കൂറുകളോളം തുടരുകയായിരുന്നു. ആശങ്കാജനകമായ സ്ഥിതിയായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് വലിയ ദുരന്ത വാർത്ത കേരളമാകെ കേട്ടത്. വെടിക്കെട്ട് അപകടമുണ്ടായി വീണ്ടും ജീവൻ നഷ്ടമാകുന്ന സ്ഥിതിയാണ്. 12 മരണമെങ്കിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 12 പേരുടെ ജീവൻ നഷ്ടമായി. 40 പേരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. എന്താണ് ഒരു കണക്കായി നമുക്കിപ്പോൾ പറയാൻ കഴിയും. അക്കാര്യത്തിലൊക്കെ ഔദ്യോഗികമായി ഇനിയും കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ 500 മീറ്ററെങ്കിലും, 1/2 കിലോമീറ്ററെങ്കിലും ദൂരെയുള്ള വീടുകളിൽ പോലും വലിയ ആഘാതം ഉണ്ടായിട്ടുണ്ട്. അത്ര വലിയ ഉഗ്ര സ്ഫോടനമായിരുന്നു, അത്ര വലിയ പ്രഹരശേഷിയുള്ള സ്ഫോടനമായിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ അവിടേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ട് ഏറെ നേരമുണ്ടായിരുന്നു. സ്ഫോടനം തുടരുകയായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ അപകട സ്ഥലത്തേക്ക് ഉൾപ്പെടെ ആളുകൾ എത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ജില്ലാ കളക്ടർ ഒപ്പം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ വിശദീകരിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളിൽ അപകടത്തിൻ്റെ ഒരു എത്രത്തോളം വലിയ അപകടമാണ് എന്ന കാര്യത്തിൽ കുറേ കൂടി വ്യക്തത വന്നു എന്നതാണ് അവർ പറയുന്നത്. 13 പേർ മരിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വരുന്ന വിവരം. നേരത്തെയുള്ള ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെക്കുറിച്ച് ഇന്ന് രാവിലെ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ കൂടി സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ അപകടത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ അതിലുണ്ട്. അതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ ആ വലിയ മഴ പെയ്യുമ്പോൾ അപകടകരമായ സാഹചര്യമുണ്ട് എന്ന സ്ഥിതിയിൽ രാവിലെ റിപ്പോർട്ട് ചെയ്യാൻ അന്ന് അവിടെ കമൽ വയനാട്ടിൽ നിന്ന് പോയതും ഒരാളുമായി ഒരു വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നതുമൊക്കെ ഇപ്പോൾ ഓർമ്മയിൽ വരികയാണ്. അദ്ദേഹവും ഉൾപ്പെടെ ആ ദുരന്തത്തിൽ മരിച്ചുപോയി. ഇനിയും പൊട്ടും എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെ അപകടം വല്ലാതെ നമ്മുടെ ഉലയ്ക്കുന്ന സ്ഥിതി വീണ്ടും ഉണ്ടാവുകയാണ്. രാവിലെ പോയി മാതൃഭൂമി ന്യൂസ് സംഘം റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിൽ പലർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ടാകാം. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാമെങ്കിലും വലിയ അപകടമാണ് അവിടെ ഉണ്ടായത്.